കഴിഞ്ഞയാഴ്ച വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യവസായികളാണ് നമ്മുടെ മാധ്യമങ്ങളിൽ തലക്കെട്ടുകളിൽ നിറഞ്ഞത്. ഒന്ന് കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ഉടമ സാബു എം ജേക്കബ്, മറ്റൊന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ CJ റോയ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, CJ റോയ് തൻ്റെ വസതിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ നടത്തുന്ന റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ റെയ്ഡിനിടെ സംഭവിച്ച മാനസിക സംഘർഷമാണോ ആ രീതിയിൽ അദ്ദേഹത്തെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നു. എന്തായാലും രാജ്യത്തെ പല വ്യവസായികളും ഇത്തരത്തിൽ ഇൻകം ടാക്സിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ഒക്കെ ഹറാസ്മെൻറ്റിന് വിധേയരായി, അവരുടെ തുടർച്ചയായ റെയ്ഡിന് ചോദ്യം ചെയ്യലിനൊക്കെ വിധേയരായി ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നതാണ് CJ റോയിയുടെ ആത്മഹത്യ നമുക്ക് നൽകുന്ന സൂചന. സാമ്പത്തിക കുറ്റാരോപണങ്ങൾ സംബന്ധിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തേജോവധത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിന് രണ്ട് മാർഗങ്ങളാണ് പൊതുവിൽ ഇന്ത്യയിലെ വ്യവസായികൾ സ്വീകരിച്ചു പോരുന്നത്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൽ അധികാരത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരുടെ ഖജനാവിലേക്ക് കോടികൾ കൊടുക്കുക എന്നതാണ് ഒരു മാർഗം. മിക്കവാറും എല്ലാ വ്യവസായികളും സ്വീകരിച്ചു പോരുന്ന ഒരു രീതി അതാണ്. അങ്ങനെ കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടുണ്ട്, സുപ്രീം കോടതി വരെ ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടിൽ കോടാനുകോടി രൂപ കൊടുത്ത വ്യവസായികളെ നമുക്കറിയാം. അങ്ങനെ അവർ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ കഥകൾ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരിച്ച അജിത് പവാർ, അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സാമ്രാജ്യത്തിൽ 7000 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചതൊക്കെ നമുക്കറിയാം. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് BJPയോടൊപ്പം NDAയോടൊപ്പം ചേരുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം കൊടുത്തുകൊണ്ടോ ഒക്കെ വ്യവസായികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടക്കാരായി മാറുകയും അതിൻ്റെ ഭാഗമായി EDയുടെയും ITയുടെയും ഒക്കെ റെയ്ഡിൽ നിന്ന്, ഹറാസ്മെൻറ്റിൽ നിന്ന് ഒഴിവാകാൻ കഴിയുന്ന സാഹചര്യമൊക്കെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. മറ്റൊന്ന്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് കേരളത്തിലെ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ഉടമ കൂടിയായ 2020 എന്ന സംഘടനയുടെ മേധാവി കൂടിയായ സാബു എം ജേക്കബ് അവലംബിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വളരെ വൈകാതെ തന്നെ EDയുടെ നോട്ടീസ് കിട്ടി, 1-2 നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റി അതിൻ്റെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സാബു എം ജേക്കബ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ NDA മുന്നണിയിലേക്ക് ലയിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും രാജ്യത്ത് ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യത്തിൻ്റെ പേരിൽ വൻകിട വ്യവസായികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ CJ റോയിയുടെ ആത്മഹത്യയാണെങ്കിലും കിറ്റക്സ് സാബുവിൻ്റെ NDA പ്രവേശനമാണെങ്കിലും ആ ഇനത്തിൽ നടന്ന അനുഭവങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് എന്ന് പറയാം.